അസ്സലാമലൈക്കും. പെരുന്നാളിന്റെ വ്ലോഗാണ്. പെരുന്നാളായിട്ട് കുറച്ച് ദിവസമായി അറിയാം. പക്ഷെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം വീഡിയോ ഇടാൻ പറ്റാതെ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് ഞാൻ വരുമ്പോൾ യാസിൻ അവിടെ നിന്ന് ചായ കുടിക്കും. അവന്റെ കുളിയൊക്കെ കഴിഞ്ഞിനി ഞാൻ കുളിക്കട്ടെ. കുളിയൊക്കെ കഴിഞ്ഞിനി പുതിയ ഡ്രസ്സ് ഇടണം. റെഡി ആവലൊക്കെ കഴിഞ്ഞിനി പള്ളിയിൽ പോകണം. പിന്നെ ഒരു കാര്യം, ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോയിൽ ഞാൻ അടുത്ത ഷർട്ട് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്തവർക്ക് അഭിനന്ദനങ്ങൾ. പള്ളിയിലൊന്ന് ചെരുപ്പൊക്കെ ടോൾ കൊടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറി. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവരോടും ഇത് മുബാർക്കും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്മായി വീട്ടിൽ പോയി. അവിടെ നല്ല ചൂടൻ സേമിയ പായസം കുടിച്ച്. ഇത് പതിവാണ്. അവിടെ നിന്ന് വീട്ടിൽ വന്നിട്ട് സോഫയിൽ ഒരൊറ്റ കിടപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ പത്തിരിയും ബീഫും ഉച്ചയപ്പോൾ നെയ്ച്ചോറും ബീഫും കഴിച്ചു. വൈകുന്നേരമായപ്പോൾ മിലു ഉച്ചും കൂടെ വീട്ടിൽ വന്നേക്കുന്നു. അങ്ങനെ അവരെയും കൂടി ബീച്ചിൽ പോയി. പെരുന്നാളായിട്ട് പിക്ക് എടുത്തില്ല. ഇതിനുള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പുറത്താണ്. പിക്ക് എടുക്കാൻ സ്പോട്ട് എന്ന് പറഞ്ഞെടുത്താൽ കാട്ടിലേക്കൊക്കെയാണ് പോകുന്നത്. നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് ഇനി നമ്മളെ പിക്ക് എടുക്കലാണ്. നോട്ട് ബിഫോർ എന്റെ പല കോപ്രായങ്ങളും കാണും. അതൊക്കെ കഴിഞ്ഞ് മൻസൂർ ഷർട്ടിന്റെ എല്ലാ പാട്ടിനും തുറന്നിട്ടേക്കണം. ഇവനെന്തിന് ഷർട്ട് മേടിച്ചത് ആ പാടെ പൈസ പോസ്റ്റർ കണ്ടില്ലേ? സിനിമ പോസ്റ്ററിന് പിക്ക് എടുക്കണമെന്ന വിചാരം. ഇച്ചുതേ ഐ സ്പോട്ടിന് പരസ്യം കൊടുക്കും. ടൈറ്റാനിക്കിലെ ജാക്കിനെ വേണി ഇതേ ഇപ്പൊ കണ്ടു. വന്നു മോനെ അലി വന്ന് കാര്യമൊന്നുമില്ല, എന്നാലും വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ടെന്ന് വെച്ച് പറഞ്ഞാണ്. ഏയ് വേണ്ട വേണ്ട, അത് കേട്ടാ ശരിയാവൂല. അലീം വന്ന സന്തോഷത്തിൽ ഞങ്ങൾ സെവനെ പിടിക്കാൻ പോകും. സെവനെ പിടിച്ചപ്പോഴാണ് മനസ്സൊന്ന് തണുത്ത്. ഇനി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരിക്കൽ സഹായത്തിന് വിളിച്ചത്. നല്ല കാര്യം ചെയ്യാന്നുള്ളത് ഞങ്ങളെ ഹോബി. ഇനി എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് എയർ ഡ്രോപ്പ് ചെയ്യണം. ചെറുക്കന് എന്താണ് ഈ കാണിക്കുന്നത്? എയർ ഡ്രോപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞാ പിന്നെ വീട്ടിൽ പോട്ടെ. അപ്പൊ ഇനി ഫോളോ ആക്കാൻ മറക്കൂലോ അല്ലേ? ബൈ.